ഉറങ്ങിക്കിടക്കുകയായിരുന്ന 10 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ പെൺകുട്ടി ലൈംഗികാതിക്രമത്തിനിരയായെന്ന് മെഡിക്കൽ റിപ്പോർട്ട്. പടന്നക്കാട് ഒഴിഞ്ഞ വളപ്പിലായിരുന്നു ഉറങ്ങിക്കിടന്ന കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ ശേഷം പറമ്പിൽ ഉപേക്ഷിച്ചത്. കേസിൽ 3 പേർ കസ്റ്റഡിയിലായി. കണ്ണിനും കഴുത്തിനും പരിക്കേറ്റ കുട്ടിയെ കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കെ വി ബൈജു വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. ബൈജു, നമ്മൾ സംശയിച്ചതുപോലെ തന്നെയാണ് സംഭവങ്ങൾ. ഈ 10 വയസ്സുകാരിയായ കുട്ടി ലൈംഗികാതിക്രമത്തിന് ഇരയായിരിക്കുന്ന മെഡിക്കൽ റിപ്പോർട്ടാണ് വന്നത്. അപ്പോൾ പ്രതിയുടെ യഥാർത്ഥ ലക്ഷ്യം മോഷണമായിരുന്നു. എന്താണ് സംഭവത്തിൽ പോലീസ് പറയുന്നത്? പ്രതികൾ പിടിയിലായിട്ടുണ്ടോ? ബബിത, വളരെ വേദനാജനകമായ ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഈ കുട്ടി ലൈംഗിക അതിക്രമത്തിന് ഇരയായിരിക്കുന്നു എന്ന മെഡിക്കൽ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. എന്തായാലും നമ്മൾ നേരത്തെ ഇത്തരത്തിലുള്ള ഒരു സൂചന നമുക്ക് ലഭിച്ചിരുന്നു. ഏതായാലും അതിപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നു. കുട്ടി ലൈംഗിക അതിക്രമത്തിന് ഇരയായിരിക്കുന്നു. 10 വയസ്സുകാരിയായ ഈ ബാലികയെ വീട്ടിൽ കിടന്നുറങ്ങുന്നതിനിടെ 2.5 മണിക്കാണ് ഇത്തരത്തിൽ എടുത്തുകൊണ്ടുപോയി. അതായത് ഈ മുത്തശ്ശൻ പാല് കറക്കാനായി വീട്ടിൽ നിന്നും പുറത്തുപോയ സമയത്തായിരുന്നു ഈ കൃത്യമായി ഇയാൾ ഈ വീടിനകത്തേക്ക് വരുന്നതും കുട്ടിയെ എടുത്ത് പിറകുവശത്ത് അടുക്കള ഭാഗത്തുകൂടി ഇത്തരത്തിൽ കൊണ്ടുപോവുകയും തൊട്ടടുത്ത് ഒരു 500 മീറ്റർ അപ്പുറത്ത് വയലിൽ കൊണ്ടുപോയി ലൈംഗികാതിക്രമത്തിന് ഇരയാക്കിയിരിക്കുന്നു. മാത്രമല്ല ഈ കുട്ടിയുടെ സ്വർണ്ണാഭരണങ്ങളും കൈക്കലാക്കി ഇത്തരത്തിൽ വീടിന് സമീപത്ത് ഈ കുട്ടിയെ കൊണ്ടുവിടുകയായിരുന്നു. തൊട്ടടുത്തൊരു വീട്ടിൽ കുട്ടി കോളിംഗ് ബെല്ലടിച്ച് അവരെ വിളിച്ചുണർത്തി. അതിനുശേഷം വീട്ടുകാരുമായി ബന്ധപ്പെട്ടാണ് ഈ കുട്ടി ഏതായാലും തിരിച്ചു വന്നത്. ഏതായാലും കുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് ആശുപത്രി അധികൃതർ പറയുന്നുണ്ട്. ഏതായാലും കുട്ടി ഇപ്പോഴും ചികിത്സയിൽ തന്നെയാണ്. കഴുത്തിനും അതുപോലെ തന്നെ ചെവിക്കും ഈ കുട്ടിക്ക് പരിക്കുണ്ട്. എന്തായാലും കുട്ടി ഇപ്പോൾ ലൈംഗികാതിക്രമത്തിന് ഇരയായിരിക്കുന്ന ഏറ്റവും പുതിയ വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനം 3 പേർ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലുണ്ട്. അതായത് ഈ പ്രദേശത്തുള്ളവർ തന്നെയാണ് ഇപ്പോൾ കസ്റ്റഡിയിലുള്ളത് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഏതായാലും ഇവരെ ചോദ്യം ചെയ്യുന്നുണ്ട്. അതുമാത്രമല്ല ഈ വീടിന് തൊട്ട് സമീപത്തായുള്ള ഒരു വീട്ടിൽ സ്ഥാപിച്ച CCTV ക്യാമറയിൽ നിന്നും ചില ദൃശ്യങ്ങളൊക്കെ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഈ ദൃശ്യത്തിൽ സാമ്യമുള്ളവരെയാണ് ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത്. ഇവർ ലഹരി മാഫിയ സംഘങ്ങളുമായി ബന്ധമുള്ളവരാണെന്നും പോലീസ് പറയുന്നുണ്ട്. ഏതായാലും ഇത് സംബന്ധിച്ച് കൂടുതൽ സ്ഥിരീകരണം പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല. ഏതായാലും പ്രതികളെ കുറിച്ച് സൂചന പോലീസിന് ലഭിച്ചിട്ടുണ്ടെന്നാണ് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഈ കുട്ടി നൽകിയ ഒരു മൊഴിയുണ്ട്. അതായത് വെളുത്ത മെലിഞ്ഞ ശരീരപ്രകൃതമുള്ള മലയാളം സംസാരിക്കുന്നവരാണ് തന്നെ തട്ടിക്കൊണ്ടുപോയെന്നാണ് ഈ പെൺകുട്ടി മൊഴി നൽകിയിരിക്കുന്നത്. ആ രീതിയിലായിരുന്നു അന്വേഷണം. ഏതായാലും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ DIG ഉൾപ്പെടെയുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയിട്ടുണ്ട്. അവർ ഈ ക്യാമ്പ് ചെയ്ത് പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത്. ഏതായാലും ഈ കുട്ടി ജീവനോട് തിരിച്ചെത്തിയെന്നത് വലിയ ആശ്വാസമാണ്. അപ്പോഴും നമ്മുടെ വീടുകളിൽ പോലും പെൺകുട്ടികൾക്ക് കിടന്നുറങ്ങാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടോ എന്നൊരു ചോദ്യം ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട്. ഏറെ ആശങ്കപ്പെടുത്തുന്ന ഒരു വാർത്തയാണ്. ബൈജു സൂചിപ്പിച്ചതുപോലെ തന്നെ സ്വന്തം വീട്ടിൽ നമ്മുടെ പെൺകുട്ടികൾ എത്രമാത്രം സുരക്ഷിതരാണെന്നുള്ളൊരു ചോദ്യമാണ് ഈ ഒരു സംഭവം ഉയർത്തുന്നത്. അതുകൊണ്ട് തന്നെ പോലീസിനെ സംബന്ധിച്ച് ഈ ഒരു കേസിന്റെ എല്ലാവിധ ചുരുളുകളും ഉടൻ തന്നെ വളരെ പെട്ടെന്ന് തന്നെ അഴിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ചോദിക്കട്ടെ, ഈ പോലീസ് എന്താണ് ഇപ്പോൾ പറയുന്നത്? കൃത്യമായ ഒരു ആസൂത്രണം ഇതിന് പിന്നിലുണ്ട് എന്ന് സംശയിക്കുന്നുണ്ടോ പോലീസ്? തീർച്ചയായും ഈ വീടും പരിസരവുമായി കൃത്യമായി പരിചയമുള്ള ആൾ തന്നെയാണ് ഇത് കൃത്യം ചെയ്തതെന്ന ഒരു നിഗമനത്തിൽ തന്നെയാണ് പോലീസ് ഉള്ളത്. ആ രീതിയിൽ തന്നെയാണ് പോലീസിന്റെ അന്വേഷണം. മൊബൈൽ ടവറുകൾ കേന്ദ്രീകരിച്ച് അന്വേഷണം നടക്കുന്നുണ്ട്. സൈബർ വിദഗ്ധർ, അതായത് പല വീടുകളിൽ നിന്നുള്ള CCTV ക്യാമറകൾ ഇത്തരത്തിൽ ശേഖരിച്ചിട്ടുണ്ട്. അതെല്ലാം പോലീസ് അന്വേഷിക്കുന്നുണ്ട്. എന്തായാലും ഈ പ്രതിയെ ഉടൻ പിടികൂടുമെന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. അതിനുള്ള ഊർജിതമായ അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നത്. പ്രത്യേക സംഘങ്ങളാക്കി ഓരോ ഭാഗത്ത്, അതായത് കാഞ്ഞങ്ങാട് CI ഉൾപ്പെടെ ഈ പ്രദേശത്തുണ്ട്. DIG കാസർഗോഡ് ജില്ലയിൽ ക്യാമ്പ് ചെയ്തുകൊണ്ട് അത്തരത്തിൽ പോലീസ് ഈ കാര്യത്തിൽ വളരെ ഗൗരവമായാണ് ഈ കാര്യം എടുത്തത്. കാരണം നമുക്കറിയാം, ഇത്തരത്തിൽ ആലുവയിലൊക്കെ നേരത്തെ ഉണ്ടായ സംഭവം അറിയാം. ഈ കുട്ടി ജീവനോട് എത്തിയത് തന്നെ വലിയ കാര്യമാണ്. ഏതായാലും അത് വലിയ ആശ്വാസമാണ്. അപ്പോഴും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തരം സംഭവങ്ങൾ, അതും രക്ഷിതാക്കൾക്കൊപ്പം വീട്ടിൽ കിടന്നുറങ്ങിയായിരുന്ന ഒരു കുട്ടിയെ ഇത്തരത്തിൽ എടുത്തുകൊണ്ടുപോകുക, കൃത്യമായി വീടും പരിസരവും മനസ്സിലാക്കുന്ന ഒരാൾ തന്നെയാണ് ഇതിന് പിന്നിൽ. ഇനി കൂടുതൽ പേരുണ്ടോ ഈ സംഘത്തിൽ എന്ന കാര്യം ഇതൊക്കെ അന്വേഷണ സംഘത്തിന്റെ പരിധിയിലുണ്ട്. ബൈജു, 3 പേർ കസ്റ്റഡിയിലുണ്ട് എന്ന് പറയുമ്പോൾ ആ 3 പേരും സമീപവാസികളാണോ? എന്താണ് പോലീസ് പറയുന്നത് ഇവരെ സംബന്ധിച്ച്? ഇപ്പോൾ കസ്റ്റഡിയിലുള്ളവർക്ക് ഇതിനു മുൻപ് ഏതെങ്കിലും തരത്തിലുള്ള ക്രിമിനൽ പശ്ചാത്തലമുള്ളവരാണോ? എന്തെങ്കിലും സൂചന പോലീസിന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ടോ ബൈജു?
തീർച്ചയായും ഇപ്പോൾ കസ്റ്റഡിയിലുള്ളവർ നേരത്തെ കഞ്ചാവ് കേസിൽ ഉൾപ്പെടെ പ്രതികളായവരാണെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഈ അന്വേഷണത്തെ ബാധിക്കുന്നത് കൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ കൂടുതൽ വിവരങ്ങൾ പോലീസ് പുറത്തുവിട്ടിട്ടില്ല. നമുക്ക് കിട്ടിയ സോഴ്സ് പ്രകാരം 3 പേർ ഇപ്പോൾ കസ്റ്റഡിയിലുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിൽ ലഹരി മാഫിയ സംഘങ്ങളാണ് ഇവരെന്നും പറയുന്നു. ഏതായാലും അത്തരത്തിൽ ലഹരിക്ക് അടിമയായവരാണോ ഈ കുട്ടിയെ ഇത്തരത്തിൽ ഈ വലിയോടി ഇത്തരത്തിലൊരു ക്രൂരത ചെയ്തതെന്ന് ഏതായാലും അറിയേണ്ടതുണ്ട്. അത് പോലീസ് എന്തായാലും സ്ഥിരീകരിക്കേണ്ടതുണ്ട്. ഔദ്യോഗികമായി പോലീസ് തന്നെ പറയേണ്ടതുണ്ട്. എന്തായാലും ഇപ്പോൾ നിലവിൽ ആരുടെയും അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല. പ്രതിയെക്കുറിച്ച് സൂചന ലഭിച്ചിട്ടുണ്ടെന്ന് പോലീസ് പറയുമ്പോഴും ഇതുവരെ നിലവിൽ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല. ഇതിൽ സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണം അത്രത്തോളം വലിയ തോതിലുള്ള അന്വേഷണം തന്നെയാണ് ഇതിൽ നടക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ ഈ പ്രതിയെ ഇന്ന് രാത്രിക്കുള്ളിൽ തന്നെ പിടികൂടണം എന്നാണ് പോലീസിന്റെ ഒരു രീതിയിലുള്ള അന്വേഷണമാണ് ഇപ്പോൾ പോലീസിന്റെ ഭാഗത്ത് നടക്കുന്നത്. എന്തായാലും വലിയ ആശങ്ക ഉണ്ടാക്കുന്നതായിരുന്നു. ഏതായാലും കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി ആഭരണങ്ങൾ കവർന്നു എന്നായിരുന്നു ആദ്യം കരുതിയിരുന്നത്. എന്നാൽ സൂചനകൾ നമുക്ക് ലഭിച്ചിരുന്നു ഈ കുട്ടി അവശനിലയിലാണെന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഈ മെഡിക്കൽ റിപ്പോർട്ട് ഔദ്യോഗികമായി വരേണ്ടതുണ്ടായിരുന്നു. അല്പസമയം മുമ്പാണ് ഈ മെഡിക്കൽ റിപ്പോർട്ട് വന്നത്. 10 വയസ്സുള്ള ഈ പെൺകുട്ടി ഇപ്പോൾ ലൈംഗികാതിക്രമത്തിന് ഇരയായിരിക്കുന്നു എന്ന വളരെ വേദനാജനകമായ ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എന്തായാലും പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. പ്രതിയെ പിടികൂടാനുള്ള എല്ലാ പ്രവർത്തനവും പോലീസിന്റെ ഭാഗത്തുനിന്ന് ഇത്തരം വാർത്തകൾ നമ്മുടെ ഓരോ അമ്മമാരെ സംബന്ധിച്ചും വേറെ വേദന ഉണ്ടാക്കുന്നതാണ്. ഓരോ ദിവസവും ഭയത്തോടുകൂടി തള്ളി നീക്കേണ്ട സാഹചര്യം ഉണ്ടാക്കുന്ന വാർത്തകളാണ് ഇത്തരത്തിൽ പുറത്തു വരുന്നത്. പ്രത്യേകിച്ചും വീട്ടിൽ നിന്നൊരു കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയി ലൈംഗികാതിക്രമം നടത്തിയെന്നുള്ള വാർത്തകളൊക്കെ ഏറെ വേദനിപ്പിക്കുന്നതാണ്, ഞെട്ടിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പോലീസ് എത്രയും പെട്ടെന്ന് ഈ കേസിന്റെ തുമ്പ് കണ്ടെത്തേണ്ടതാണ്, പ്രതികളിലേക്ക് എത്തേണ്ടതാണ്. ബൈജു, നേരത്തെ തന്നെ കുഞ്ഞ് ഈ പ്രതികളെ കുറിച്ച് സൂചന നൽകിയെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മെലിഞ്ഞ ശരീരമുള്ള ആളാണ് എന്നൊക്കെ കുട്ടി മൊഴി നൽകിയെന്ന് പറയുന്നു. അപ്പോൾ ആ മൊഴിയുടെ കൃത്യമായ അടിസ്ഥാനത്തിലാണോ ഇപ്പോൾ കസ്റ്റഡിയിലുള്ള 3 പേരും അത്തരത്തിലൊരു സൂചന പോലീസ് നൽകുന്നുണ്ടോ? കുഞ്ഞിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഈ 3 പേരെയും ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തത് എന്നതിലേക്ക് എത്തുന്നുണ്ടോ കാര്യങ്ങൾ? തീർച്ചയായും രൂപസാദൃശ്യം ഈ CCTV ക്യാമറയിൽ നിന്ന് ലഭിച്ച ദൃശ്യത്തിന്റെ അടിസ്ഥാനത്തിൽ രൂപസാദൃശ്യമുള്ള 3 പേരെയാണ് ചോദ്യം ഇപ്പോൾ കസ്റ്റഡിയിലുള്ളത്. അവരെ കൃത്യമായി ചോദ്യം ചെയ്യുന്നുണ്ട്. ഏതെങ്കിലും തരത്തിൽ ഈ സംഭവത്തിലെ പ്രതികളാണോ എന്ന കാര്യത്തിൽ പോലീസ് സ്ഥിരീകരണം നൽകിയിട്ടില്ല. നേരത്തെ രാവിലെ കൂടുതൽ പേരെ ഇത്തരത്തിൽ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരുന്നു. ഇപ്പോൾ 3 പേർ കസ്റ്റഡിയിലുണ്ട്. ഇവർ ഏതെങ്കിലും തരത്തിൽ ഈ കേസിൽ ബന്ധപ്പെട്ടവരാണോ എന്ന കാര്യത്തിൽ ഒരു സ്ഥിരീകരണം വന്നിട്ടില്ല. ഏതായാലും ബബിത സൂചിപ്പിച്ചതുപോലെ തന്നെ ഏതായാലും പുറത്ത് ഇറങ്ങി നടക്കാനും ഇത്തരത്തിൽ പെൺകുട്ടികൾക്ക് പ്രശ്നമാണ്. അതുപോലെ തന്നെ വീടിനകത്തും ഒരു സുരക്ഷിതത്വം ഇല്ല എന്ന് തെളിയിക്കുന്നതാണ്. അത്തരത്തിൽ വളരെ ജാഗ്രത പുലർത്തേണ്ട ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ നീങ്ങുന്നു എന്ന് വേണം ഈ സംഭവം പറയുന്നത്. അത് 10 വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ് ഇത്തരത്തിൽ ഒരു ക്രൂരമായ കൃത്യം ഒരാൾ ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇത് സംബന്ധിച്ച് പോലീസിനെ സംബന്ധിച്ചിടത്തോളം പ്രതിയെ ഉടൻ പിടികൂടിയില്ലെങ്കിൽ വലിയ സമ്മർദ്ദത്തിലാവുന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെയാണ് DIG ഉൾപ്പെടെയുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ കാസർഗോഡ് ക്യാമ്പ് ചെയ്ത് ഇതിന്റെ അന്വേഷണ പുരോഗതി വിലയിരുത്തുന്നത്. എന്തായാലും പ്രതിയെ ഇന്ന് രാത്രിക്കുള്ളിൽ പിടികൂടും എന്ന പോലീസ് പറയുന്നുണ്ട്. എന്തടിസ്ഥാനത്തിൽ എന്ന കാര്യത്തിൽ അറിയില്ല. ഏതായാലും കൂടുതൽ വിവരങ്ങൾ പോലീസ് പുറത്തുവിടുന്നില്ല. കാരണം ഇത് അന്വേഷണത്തെ ബാധിക്കും എന്നാണ് നമ്മൾ ബന്ധപ്പെട്ടപ്പോൾ അവർ വ്യക്തമാക്കിയത്. എന്തായാലും ഈ മെഡിക്കൽ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. ഈ 10 വയസ്സുകാരി ലൈംഗിക അതിക്രമത്തിന് ഇരയായിരിക്കുന്നു എന്ന വളരെ വേദനാജനകമായ ഒരു വാർത്തയാണ് പുറത്തു വരുന്നത്. എന്തായാലും പോലീസ് അന്വേഷണം ഇനി ഊർജിതമാക്കും. നേരത്തെ നമുക്ക് ലഭിച്ചിരുന്നു. അത് പ്രകാരമുള്ള സൂചനകൾ നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. പക്ഷേ ഇപ്പോൾ മെഡിക്കൽ റിപ്പോർട്ട് തന്നെ വന്നിരുന്നു. ഏതായാലും ഈ തട്ടിക്കൊണ്ടുപോകൽ ഇത്തരത്തിൽ ഉപയോഗിക്കാൻ വേണ്ടി കുട്ടിയെ ലൈംഗികത്തിൽ ഇരയാക്കാൻ തന്നെയാണ് തട്ടിക്കൊണ്ടുപോയതെന്ന കാര്യത്തിൽ ഇപ്പോൾ സ്ഥിരീകരണം വന്നിരിക്കുന്നു. അതിനൊപ്പം ഈ കുട്ടിയുടെ കാതിലുണ്ടായിരുന്ന ആഭരണം ഇയാൾ കവർച്ച ചെയ്യുകയുണ്ടായിരുന്നു. എന്തായാലും ഈ വീടിന് സമീപത്ത് ഈ കുട്ടിയെ തിരിച്ചു കൊണ്ടുവിട്ടിട്ട് മോളെ തൊട്ടടുത്ത വീടാണല്ലോ എന്ന് പറയുന്ന ഒരു കിടക്കുകയായിരുന്ന 10 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ പെൺകുട്ടി ലൈംഗികാതിക്രമത്തിന് ഇരയായെന്ന മെഡിക്കൽ റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. എന്തായാലും വരും മണിക്കൂറിൽ വരും ബുള്ളറ്റിനുകളിൽ ഈ പ്രതിയെ പോലീസ് പിടിച്ചു എന്നുള്ളൊരു വാർത്ത നമുക്ക് നൽകാൻ സാധിക്കട്ടെ. KV ബൈജു ആണ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്.